ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ തമ്പാനൂർ പോലീസിനെതിരെ ആരോപണം. അനിലിനെ തമ്പാനൂർ പോലീസ് ഭീഷണിപ്പെടുത്തിയതായി ബി.ജെ.പി. നേതാവ് കരമന അജിത്ത് ആരോപിക്കുന്നു. പോലീസിന്റെ ഭീഷണിയിൽ മനംനൊന്താണ് അനിൽ ജീവനൊടുക്കിയത് എന്നാണ് പരാതി. സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി ഇടപെട്ടില്ല എന്നത് വാസ്തവവിരുദ്ധമാണ് എന്നും പ്രശ്നപരിഹാരത്തിന് ബി.ജെ.പി. നേതൃത്വം ഇടപെടുമെന്നും കരമന അജിത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രതികരണം നോക്കാം. തിരുവനന്തപുരത്തെ ബി.ജെ.പി. പ്രവർത്തകർക്ക് വലിയ ഞെട്ടലാണ് തിരുമല അനിലിൻ്റെ വിയോഗമുണ്ടാക്കിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൗൺസിലറുമായിട്ടുള്ള കരമന അജിത്ത് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെയാണ് അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സഹകരണ സംഘത്തിൻ്റെ പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നേരത്തെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള ശ്രീ ഗോവൻ്റെ അടുത്തും ഉപ ലീഡർ എന്നുള്ള നിലയിൽ ഞങ്ങൾ 2 ഉപ ലീഡർമാരാണ്. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ചില ബുദ്ധിമുട്ടുകളുണ്ട്, പല തരത്തിലുമുള്ള ഈ തരത്തിലുള്ള ആൾക്കാരെ ഞങ്ങൾ ബന്ധപ്പെടുകയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആയിരുന്നാലും ശരി തന്നെ നമ്മുടെ ജില്ലാ ഓഫീസ് ബേഴ്സിലുള്ള ആൾക്കാർ, ജില്ലാ പ്രസിഡന്റ് അടക്കം ഇതുമായി അദ്ദേഹത്തിന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും വിളിച്ച് ബന്ധപ്പെട്ട് ഒരു കാലാവധി കുറച്ച് അറിയാമല്ലോ, എല്ലാവരും സാമ്പത്തികം എന്ന് പറയുമ്പോൾ കുറച്ച് ഡിലേ വരുന്നു. പക്ഷേ അത് കൊടുക്കേണ്ട ആൾക്കാർ അദ്ദേഹത്തെ വളരെയധികം സമ്മർദ്ദത്തിലാക്കി. ദുഃഖകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 30-ാം തീയതി ഒരു 10 ലക്ഷം രൂപ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് 30-ാം തീയതി അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കും. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുമെന്നും അത് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്നും അത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തെ പോലീസ് ഭീഷണിപ്പെടുത്തി. പോലീസ് കുറച്ചുകൂടെയൊക്കെ മാന്യതായിട്ട് പെരുമാറണം. കുറച്ച് സമയമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാം. പക്ഷേ ഉടനടി ഇപ്പം ചെയ്തില്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെയാണ്. അദ്ദേഹത്തിന് അതൊക്കെയാണ് ഭയന്നത്. പോലീസ് ആരാണ്? പോലീസ് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല സ്ഥലങ്ങളിലും ഉയരുന്ന ഒരു വിമർശനം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ ഇദ്ദേഹം കണ്ടിരുന്നു. പക്ഷേ അനുകൂലമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഒഴിവാക്കി വിടുന്നൊരു സമീപനമാണ് ഉണ്ടായതെന്നൊക്കെയുള്ള മനസ്സിലാക്കുന്നത്. തികച്ചും അതൊരു ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഏകദേശം 6 കോടി രൂപയുടെ പണം മാത്രമേ അവിടെ കൊടുക്കാനുള്ളൂ. 11 കോടി രൂപയുടെ ആസ്തി ആ ബാങ്കിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി പാർട്ടിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. അനിൽ നഷ്ടപ്പെട്ടെങ്കിൽ ആ കുടുംബം നമ്മുടെ കുടുംബമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതില്ല ഉപരി പാർട്ടിയുടെ ജില്ലാ ഘടകമായിരുന്നാലും സംസ്ഥാന ഘടകമായിരുന്നാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകും. ഈ ബാങ്കിൻ്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതൃത്വം അതിൽ ഇടപെടും. ഒപ്പം തന്നെ ഈ തിരുമല അനിലിൻ്റെ മരണത്തിൽ തമ്പാനൂർ പോലീസിനുള്ള അതിഗുരുതരമായ പങ്ക് അതും കൂടിയാണ് ഇപ്പോൾ കരമന അജിത്ത് നമ്മോട് വ്യക്തമാക്കിയത്. എം.എസ്. സുയിത്തിനൊപ്പം A.K. സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.